ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ടോക്കൺ പോക്കറ്റ് വാലറ്റ് എങ്ങനെയാണ് നമ്മൾ ആൻഡ്രോയിഡ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ iOS-ലും അവൈലബിൾ ആണ്. ടോക്കൺ പോക്കറ്റ് എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പം ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ വരും. ഇത് ആദ്യം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം ഇതേ രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആയി വരും. നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഐ ഹാവ് ആൻ അക്കൗണ്ട് ഇത് ചെയ്തിട്ട് നമ്മുടെ പഴയ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സീക്രട്ട് വേർഡ്സ് ഉപയോഗിച്ച് ഇത് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് പുതിയത് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ യുവർ മൾട്ടി ചെയിൻ വാലറ്റ് സേഫ് ആൻഡ് ഈസി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നോ അക്കൗണ്ട്സ് എന്നാണ് കൊടുക്കേണ്ടത്, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ. അതിനുശേഷം ഇവിടെ കാണിച്ചിട്ടുണ്ട് 3 ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്: HD വാലറ്റ്, മൾട്ടി സിം വാലറ്റ്, കീപാൽ ഹാർഡ്വെയർ വാലറ്റ്. ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്ന HD വാലറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ആരോ മാർക്കിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സെറ്റ് HD വാലറ്റ് നെയിം, അതുപോലെ തന്നെ സെറ്റ് പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, ഹിൻഡ്. ഇത് ഓപ്ഷണലാണ്, ഇത് നമുക്ക് കൊടുത്തില്ലെങ്കിലും ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് വാലറ്റ് എന്ന് കൊടുക്കാം. HD വാലറ്റ് നെയിം ഇവിടെ കൊടുക്കാം. സെറ്റ് HD വാലറ്റ് നെയിം എന്നതിനകത്ത് ഞാനിവിടെ ഗോഡ്വിൻസ് എന്ന് കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് 2 പ്രാവശ്യം ഇവിടെ ടൈപ്പ് ചെയ്തു. ഹിൻഡ് ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുന്നില്ല, ഇത് ഓപ്ഷനിലാണ്. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് വാലറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ക്രിയേറ്റ് വാലറ്റ് എന്ന ഈ ഒരു സെക്ഷനിൽ വന്നു കഴിയുമ്പം ഇതേ രീതിയിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ചോദിക്കും. ഇതെല്ലാം വായിച്ച് നോക്കുക. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അണ്ടർസ്റ്റുഡ് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇഫ് ഐ ലോസ്റ്റ് മൈ സീക്രട്ട് റിക്കവറി ഫ്രേസസ് മൈ അസറ്റ് വിൽ ബി ഗോൺ. സീക്രട്ട് റിക്കവറി ഫ്രേസസ് നമ്മളിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സൂക്ഷിച്ചിട്ടുള്ള അസറ്റ് എല്ലാം പോകും. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ നമ്മൾ എഴുതി സൂക്ഷിക്കണം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇഫ് ഐ ഷെയർ മൈ സീക്രട്ട് റിക്കവറി ഫ്രേസ് ടു അതേഴ്സ് മൈ അസറ്റ് വിൽ ബി സ്റ്റോളൻ. നമ്മുടെ സീക്രട്ട് ഫ്രേസസ് മറ്റുള്ളവർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അസറ്റ് എല്ലാം സ്റ്റോളൻ, അത് മോഷ്ടിക്കപ്പെടും. അതിന് നമ്മൾ എഗ്രി ചെയ്യണം. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റീസ് ടു കീപ് ദ സീക്രട്ട് റിക്കവറി ഫ്രേസസ് സേഫ്. അപ്പോൾ ഈ 3 എണ്ണത്തിനകത്ത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് ന്യൂമോണിക് എന്ന് കൊടുക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്ന ടാപ്പ് ടു ഡിസ്പ്ലേ റിക്കവറി ഫ്രേസസ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമുക്ക് റിക്കവറി ഫ്രേസസ് വരും. ഞാൻ ഇത് ബ്ലർ ചെയ്യും, കാരണം ഇത് സീക്രട്ട് ആയതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് റിക്കവറി ഫ്രേസസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എഴുതി ആദ്യം സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്യാം. ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അത് ഞാനിവിടെ ബ്ലർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ 12 വേർഡ്സസ് വരും. അത് നമ്മൾ എഴുതി സൂക്ഷിക്കണം. ഞാനിവിടെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത് കഴിയുമ്പം സെക്യൂരിറ്റി അലേർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് 3 ടിക്ക് മാർക്ക് ഇവിടെ കൊടുക്കുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഇത് നമ്മൾ എഴുതി സൂക്ഷിച്ചതിന് ശേഷം കംപ്ലീറ്റഡ് ബാക്കപ്പ് എന്ന് പറയുക. വെരിഫൈ ഇറ്റ് നൗ, കാരണം ഇവിടെ നമുക്ക് ചോദിക്കും. വീണ്ടും ഇതേ സീനിയോറിറ്റിയിൽ തന്നെ ഇവിടെ 1, 2, 3 ഇങ്ങനെ ഫസ്റ്റ് ലെവലിലായിട്ടാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ 4, 5, 6, 7, 8, 9, 10, 11, 12 എന്ന രീതിയിലാണ്. ഇത് നമ്മൾ എഴുതി സൂക്ഷിച്ചു വെക്കണം. അതിനുശേഷം കംപ്ലീറ്റഡ് ബാക്കപ്പ് എന്ന ഈ ഒരു ഏറ്റവും താഴെ കാണുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളോട് വീണ്ടും ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ ഇത് മിക്സ് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കോളങ്ങളിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ കോളത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ളത് കൊടുക്കണം. ഞാനപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ബ്ലർ ചെയ്യുകയാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എനിക്ക് വന്നിട്ടുള്ള ഈ കീവേഡ്സുകൾ സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് മേളിലാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. എനിക്ക് ഈ താഴെ വന്നിരുന്ന അത് ഈ പോർഷനിൽ സീനിയോറിറ്റി അനുസരിച്ച്, അതായത് ആദ്യം നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരുന്ന അതേ സീനിയോറിറ്റി അനുസരിച്ച് തന്നെ ഇവിടെ വീണ്ടും കൊടുത്തു. അതിനുശേഷം ഇവിടുന്ന് കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇത്രയും കോയിനുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കാണിക്കും ഏതൊക്കെ വേണമെന്ന്. ടിക്ക് മാർക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. എനിക്കിവിടെ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ BNB വേണം, USDT ആണ് ആവശ്യം വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തൊന്നും ക്ലിക്ക് ചെയ്യുന്നില്ല. ആവശ്യമായിട്ട് വരുന്നത് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഞാനപ്പോൾ അതൊക്കെ അൺക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ ജനറേറ്റ് വാലറ്റ് എന്നൊരു സെക്ഷൻ വന്നു. ഞാനിവിടെ കൺഫേം ചെയ്യുകയാണ്. ക്ലിക്ക് ഹിയർ ടു സ്വിച്ച് വാലറ്റ്, അതായത് ബൈനാൻസിൻ്റെ ബ്ലോക്ക് ചെയിൻ, എത്തേറിയം ഉണ്ട്, ബൈനാൻസ് ഉണ്ട്, ട്രോണിൻ്റെ ഉണ്ട്, സെലാന ഉണ്ട്, പോളിഗോൺ ഉണ്ട്. ഇങ്ങനെ കുറേ നെറ്റ്വർക്കുകൾ സ്വിച്ച് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റുഡ് എന്നതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എനിക്ക് BNB മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കിനി USDTയും ആവശ്യമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻസുകൾ ഇവിടെ ആഡ് ചെയ്യാം. USDT ഇവിടെ താഴെയായിട്ട് BSC എന്ന് കാണിച്ചിട്ടുണ്ട്, അതായത് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കിത് പ്ലസ് കൊടുത്ത്, ഇവിടെ പ്ലസ് ബട്ടൺ കൊടുത്ത് ഇതിനെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യുമ്പം
ഇവിടെ നമുക്കിനി പ്ലസ് ഇല്ല, ഓൾറെഡി അവിടെ ആഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബാക്ക് എടുത്ത് തിരിച്ചു പോകാം. ഇവിടെ ഇത് USDT ഇവിടെ വന്നിട്ടുണ്ട്. BNB എന്ന കോയിന് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ USDTയുടെയും കോയിൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കെല്ലാം 00 ആണ്. ഇനി ഇവിടേക്ക് നമുക്ക് ഫണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് വേണ്ടി BNB ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം BNB എന്നതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ താഴെ കാണിക്കും, ട്രാൻസ്ഫർ, റിസീവിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടേക്ക് ആദ്യം BNB കൊണ്ടുവരണമെങ്കിൽ റിസീവ് ചെയ്യുക. ഇവിടെയുള്ള BNB നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റിസീവ് എന്നതിനകത്തൊന്ന് ടച്ച് ചെയ്യുമ്പം ഇവിടെ നമുക്കൊരു QR കോഡ് ഇങ്ങനെ കാണിക്കും. ഇത് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് എടുത്തതിന് ശേഷം USDT എന്നതിനകത്ത് ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ വീണ്ടും നമുക്ക് കാണിക്കുന്നുണ്ട് ട്രാൻസ്ഫർ അതിൻ്റെ റിസീവ്. ഈ റിസീവിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു QR കോഡ് കാണിക്കും. ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺലി സെൻഡ് BSC BEP20 ടു ദിസ് അഡ്രസ്. അതായത് ബൈനാൻസിന്റെ സ്മാർട്ട് ചെയിനിലുള്ള USDT മാത്രമേ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ 2 ഓപ്ഷനിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബൈനാൻസിന്റെ സ്മാർട്ട് ചെയിനുമായിട്ട് ബന്ധപ്പെട്ടത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാം. അങ്ങനെ ടോക്കൺ പോക്കറ്റ് എന്ന ഈ ഒരു വാലറ്റ് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയും അടുത്ത ബിസിനസ്സിൽ എങ്ങനെയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.